ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങളായിട്ട് മല്ലിടുന്ന ആളുകളാണ് പലരും അല്ലേ. അപ്പോൾ തന്നെ നമ്മൾ എണ്ണയില്ലാത്ത ഭക്ഷണം കഴിക്കാനൊക്കെ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിനെ ആശ്രയിക്കുന്നത് മൈക്രോവേവ് ഓവനാണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഓവൻ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സീറോ കോസ്റ്റിൽ വീട്ടിൽ എങ്ങനെ മൈക്രോവേവ് ഓവൻ്റെ അതേ രീതിയിൽ ഒരു അടുപ്പ് നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ കൂടി പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. മണ്ണും കല്ലും ചെറിയ കഷ്ണം കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓവൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, അതായത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങളെടുത്തുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഐഡിയ ആണിത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ എവിടെയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥലം നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അതായത് നിലം ഭാഗം നല്ലോണം നിരപ്പുള്ള ഒരു സ്ഥലമാക്കി എടുക്കണം. അപ്പം നിലത്ത് നമ്മൾ കുറച്ച് മണ്ണിട്ടതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് അമർത്തിയെടുത്താൽ മതി. അതായത് ഒരു ലെവലുള്ള സ്ഥലത്ത് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ബാക്കിലത്തെ മുറ്റത്താണ്. അപ്പോൾ ഒരു സൈഡിൽ കുറച്ച് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നമുക്ക് ഒരുപാട് കല്ലിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഒരു 3 കല്ലൊക്കെ വെച്ചിട്ട് കെട്ടിയാൽ മതി. അല്ലെങ്കിൽ ഇഷ്ടിക കഷ്ണോ അല്ലെങ്കിൽ സിമൻറ്റ് കട്ടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാതെ കിടക്കുന്ന കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയാവും. നമ്മളങ്ങനെയാണ് ഇപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം നിലത്ത് നല്ലപോലെ മണ്ണിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ഇഷ്ടിക എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നിലത്ത് നല്ലപോലെ അമർത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് പൊടിമണ്ണാണ്. അപ്പോൾ മണ്ണ് നമ്മൾ അരിച്ചെടുക്കണം. അതായത് അതിൽ കല്ലുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നിങ്ങളെടുത്ത് മണലരിക്കുന്ന അരിപ്പ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയൊരു കല്ല് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചരലുകളൊക്കെ സൈഡിലേക്ക് ഇങ്ങനെ ഉറന്ന് വീഴും. അപ്പോൾ കല്ലങ്ങനെ അങ്ങ് മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് അരിച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇതെൻ്റെ രണ്ടാമത്തെ മോനാണ്. അപ്പോൾ അവനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു അടുപ്പ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡാണ് ഇതിൻ്റെ മുഴുവൻ പണികളും ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം മുഴുവനും ഇതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സമയമുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. വേറെ നമുക്കിതിന് കാര്യമായിട്ട് പുറത്തുനിന്നൊന്നും ഒരു സാധനവും വാങ്ങിക്കാനില്ല. അതായത് മണ്ണും പിന്നെ കുറച്ച് കല്ലും അല്ലെങ്കിൽ ഇഷ്ടിക അങ്ങനെ എന്തെങ്കിലും മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വൈക്കോലാണ്. ഉണങ്ങിയ സാധാരണ പുല്ലുണ്ടെങ്കിൽ അത് മതി. എല്ലാന്നുണ്ടെങ്കിൽ വൈക്കോല മേടിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചകിരിയാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് മണ്ണിലേക്ക് ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആ മണ്ണിനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നല്ലപോലെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഉണങ്ങിയ പുല്ല് അല്ലെങ്കിൽ ഇതുപോലെ ചകിരിയുടെ ഇത് എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് പൊടിമണ്ണിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. കുഴയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാല് വെച്ച് കുഴയ്ക്കാം. അതായത് ഒരു ട്രഡീഷണലായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ മണ്ണും ഈ വൈക്കോലും പിന്നെ നമ്മുടെ ചകിരിയും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. എല്ലായിടത്തും എത്തുന്ന രീതിയിലും മിക്സ് ചെയ്തതിന് ശേഷം നടുഭാഗത്ത് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കാല് വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അതായത് ഇതിൻ്റെ മിക്സിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ കൈക്കോട്ടോ പടന്നയോ ഒന്നും വെച്ച് അത് കുഴച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഇതുപോലെ തന്നെ 2 കാലുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ കാലുകൊണ്ട് ചെയ്യുമ്പോഴാണത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കുറച്ചായിട്ട് ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം.
ഇത് കാല് വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അതിനുശേഷം നമ്മൾ ഈ അടുപ്പുണ്ടാക്കുന്ന സ്ഥലത്ത് 4 സൈഡിലും ഇതുപോലെ വെട്ടുകല്ലോ അല്ലെങ്കിൽ പിന്നെ ഇഷ്ടികയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇത് ഒരു ചതുരത്തിൽ ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കുക. അതിനുശേഷം മുൻവശത്ത് നമുക്ക് ചെറിയൊരു ഹോൾസ് വേണം. അതിനായിട്ട് അവിടെ കല്ല് വെച്ച് ഫില്ല് ചെയ്യാതെ ഇതേപോലെ ഒരു ഹോൾസ് ഉണ്ടാക്കിയെടുക്കണം. 2 ചെറിയ ഇഷ്ടിക അപ്പുറം ഇപ്പുറം നടുവശത്തായിട്ട് വെച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വെക്കുക. പിന്നെ ഉൾവശത്ത് 2 ചെറിയ കല്ലുകൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ടൈലിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ടൈലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരന്നിട്ടുള്ള അങ്ങനത്തെ ഹാർഡായിട്ടുള്ള എന്തെങ്കിലും സാധനം വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിരപ്പുള്ള കല്ല് തന്നെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഇഷ്ടിക വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. ചെറിയൊരു ഹോൾസിൻ്റെ ആവശ്യമുള്ള ഒരു. ഇനി ഇതിൻ്റെ 4 സൈഡിൽ നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കണം. പൊടിമണ്ണാണ് നിറച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിട്ടുള്ള മണ്ണല്ല. ആദ്യം നമ്മൾ പൊടിമണ്ണ് ഇതുപോലെ 4 സൈഡിലേക്കും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലോണം അമർത്തിയെടുക്കുക. പിന്നെ ഈ ഒരു മണ്ണിടുന്ന സമയത്ത് 4 ഭാഗത്തും നമുക്ക് കുറച്ച് കുപ്പിച്ചില്ലുകളുണ്ടല്ലോ, അതും കൂടെ ഇതിൽ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്താൽ നല്ലതാണ്. അതായത് ആദ്യം നമ്മൾ മണ്ണിട്ട് അമർത്തിയതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കിലായിട്ട് കുപ്പിച്ചില്ലുകൾ കുത്തി വെച്ച് കൊടുത്താൽ മതി. കയ്യിലൊന്നും കൊള്ളാതെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോഴെന്താണെന്ന് വെച്ചാൽ ഈ ഒരു അടുപ്പിന് നല്ല പോലെ ചൂടുണ്ടാവും. ചൂട് കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ ഈ കുപ്പിച്ചില്ലുകൾ വളരെ സഹായകമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുപ്പിച്ചില്ലുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ കയ്യിൽ ഇതുണ്ടാക്കുന്ന സമയത്ത് കുപ്പിച്ചില്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മളിത് അത് ചെയ്യാതിരുന്നത് കേട്ടോ. കാരണം ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ട് 6 മാസത്തോളം കഴിഞ്ഞു ഇപ്പോൾ. കാരണം ഇത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ അടുപ്പ് എത്ര കാലത്തോളം നിൽക്കുമെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം എവിടെയും കണ്ടിട്ട് ചെയ്തതല്ല, മനസ്സിൽ ഉദിച്ച ചെറിയ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതായിരുന്നു ഇത്. അപ്പോൾ 6 മാസമായിട്ടും ആ ഒരു അടുപ്പിന് ഇതുവരെയും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇപ്പോഴും നിലവിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് സമയം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. നമുക്ക് പൈസ ചിലവൊന്നും തന്നെ ഇല്ല. അപ്പം മെനക്കെടാൻ തയ്യാറുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ നടുഭാഗത്ത് നമ്മളൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ചളി ഉണ്ടല്ലോ, ആ ചെളി എടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇട്ടിട്ട് ഇതിനെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. അതായത് ഇങ്ങനെ കെട്ടി പൊക്കി കൊണ്ടുവരണം ഇതിനെ. അതായത് ഓരോ സൈഡിലും കുറച്ച് ഈ ചെളി ഇങ്ങനെ പറ്റിച്ചെടുക്കുക. എന്നിട്ട് ഒരു കിണർ പോലെ നടുഭാഗത്ത് ആ ചെളി വെച്ചിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെളി അതിൽ നല്ലപോലെ ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ ചേരിച്ചകിരിയും പുല്ലോ വൈക്കോലും ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ മണ്ണ് കുഴച്ചെടുത്തത്. അപ്പോൾ ഈ ചളി ഈ ഒരു എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ റൗണ്ട് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ റൗണ്ട് ഷേപ്പ് തന്നെ ചെയ്തെടുത്തത്. പിന്നെ നിങ്ങൾക്ക് കളിമണ്ണ് കയ്യിലുള്ളവരാണെങ്കിൽ കളിമണ്ണ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിവിടെ അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് സാധാരണ പൊടിമണ്ണ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ തന്തൂരി റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ കളിമണ്ണ് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തന്തൂരി റൊട്ടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും. ഈ ഒരു നടുഭാഗം നമ്മൾ ഫില്ല് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹോൾസ് ഇട്ട ആ ഒരു വശം ഉണ്ടല്ലോ, അവിടെ ഹോൾസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മളത് കട്ടിപ്പൊക്കി മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ചെളിയിട്ട് ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ സൈഡിലേക്ക് പൊടിമണ്ണ് ഇട്ട് കൊടുക്കുക. പൊടിമണ്ണ് ഇട്ടിട്ട് വീണ്ടും എന്തെങ്കിലും കനമുള്ള സാധനം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തിയെടുത്താൽ മതി. പിന്നെ നമുക്ക് കുപ്പിച്ചില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. സൈഡിലേക്ക് ഈ ചെളിയുടെ കൂട്ടയല്ല, നമ്മൾ ആ മണ്ണ് ഇട്ടിട്ടുണ്ടല്ലോ പൊടിമണ്ണ്, അതിൻ്റെ കൂടെയാണ് കുപ്പിച്ചില്ലുകൾ ഇട്ട് കൊടുക്കുന്നത്. ചില്ല് ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുപ്പികളായാലും മതി. ഒരു 5-6 കുപ്പികൾ അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ താഴ്ത്തി ഇറക്കി വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇത് മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഇതുപോലെ കിണർ പോലെ കുഴിച്ചിട്ടുണ്ടാക്കി കൂടെ ഇതിൽ. അപ്പം അതല്ലേ കുറച്ചും കൂടി ഈസിയാണത്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാലേ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. എങ്ങനെ മഴക്കാലത്ത് ഉപയോഗിക്കുന്ന എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ ഒരു അടുപ്പ് നമുക്ക് എന്തുകൊണ്ട് മണ്ണിൻ്റെ അടിയിലേക്ക് ഇതുപോലെ കുഴിച്ചിട്ടുണ്ടാക്കിക്കൂടെ എന്നുള്ളത്. അപ്പോൾ സംശയം നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്, മഴക്കാലത്ത് നമുക്ക് ആ അടുപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതാവുമ്പോൾ നമുക്ക് പുറമേ കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കാലാവസ്ഥയിലും ഈ അടുപ്പ് നമുക്ക് യൂസ്ഫുൾ ആവും.
അപ്പോൾ അതുകൊണ്ട് പുറമെ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടാലും പുറമെ തന്നെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു ചെളി ഉണ്ടല്ലോ, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് കയ്യിൽ വെള്ളം നനച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരസി എടുക്കുകയാണെങ്കിൽ ഉൾവശമൊക്കെ നല്ല മിനുസപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും. ഇതേപോലെയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ 1 മീറ്റർ ആഴത്തിലാണ് ഇതുണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഹോൾസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ കെട്ടി നിങ്ങൾക്ക് എത്ര ഹൈറ്റിലാണ് വേണ്ടത് അത്രയും ഹൈറ്റിൽ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു മീറ്ററിനടുത്ത് ഹൈറ്റ് ഇതിന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നീളവും വീതിയും ഒന്നും പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഓരോ ആളുകൾക്കും എന്തൊക്കെ പാത്രങ്ങൾ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു വലിപ്പത്തിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതായത് ഉൾവശം എന്തെങ്കിലും ഒരു പാത്രമൊക്കെ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ കെട്ടിയിട്ട് ഇതാ മുകൾ വശത്ത് നമ്മൾ ആ ചളി കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് നല്ലപോലെ മിനുസപ്പെടുത്തി എടുത്താൽ മതി. ഇത് മിനുസമൊക്കെ ആക്കിയതിന് ശേഷം നമുക്കിതിൽ കുറച്ച് ചിരട്ട ഇട്ടിട്ട് പിന്നെ കത്തിച്ചിട്ട് വേണം ഇതിൻ്റെ ഉൾവശം ഒന്നും കൂടി റെഡിയാക്കി എടുക്കാൻ. പുറം വശത്തൊക്കെ നമ്മൾ മണ്ണ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ വീണ്ടും മണ്ണ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ ഹോൾസ് ഇതാണ്, ചെറിയൊരു ഹോൾസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. കാരണം വിറകൊന്നും വെക്കുന്ന രീതിയിലല്ല ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന കരി ഉണ്ടല്ലോ, ആ കരി ഇതിൽ കത്തിച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് കിട്ടും. പിന്നെ ഇതിൻ്റെ പുറം വശമൊക്കെ നമ്മൾ പിറ്റേ ദിവസം ഫുള്ളായിട്ട് മണ്ണിട്ട് കംപ്ലീറ്റ് മൂടി നല്ല സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ വശത്തും ഒരു റൗണ്ട് നല്ലപോലെ ആ ചെളി കൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്തിട്ട് റൗണ്ടാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു അടുപ്പിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് ഒരു പൈസ പോലും ഇതിന് ചിലവ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാം. കുറച്ച് സമയം മാത്രമാണ് ഇതിനാവശ്യമുള്ളത്. പിന്നെ കുറച്ച് മണ്ണും മതി. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെയുള്ള കല്ലോ അല്ലെങ്കിൽ സിമെൻറ്റ് കട്ടയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് 4 സൈഡ് ഇതുപോലെ ചെറിയ രീതിയിൽ കെട്ടിയെടുത്താൽ മതി. ഒരുപാട് ഉയരമൊന്നും ആവശ്യമില്ല. ഒരു 3 കല്ലിൻ്റെ ഉയരത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ചെടിച്ചട്ടിയുടെ വീഡിയോസെല്ലാം ഒരുപാട് പേര് കണ്ടു അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങളുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എൻട്രി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങൾ ചെയ്ത വർക്കുകളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ അയച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് എൻട്രി ലഭിക്കുന്നതായിരിക്കും. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇന്ന് നമ്മുടെ ചാനൽ 25,000 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ഫാമിലി ആയിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ അവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻസ് കേൾക്കുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നൊക്കെ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അടുപ്പിൻ്റെ ഏകദേശം ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ വശം വേണമെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് മണ്ണ് ഈ വെള്ളം കയ്യിലാക്കിയിട്ട് അതിൻ്റെ മണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വരച്ച് അത് മിനുസപ്പെടുത്തിയെടുക്കുക. ആദ്യത്തെ ദിവസം നമ്മൾ ഇതിൽ തീ ഇട്ട് കഴിയുമ്പോൾ ഇതിന് ചെറിയ വിള്ളലുകൾ വരും. ആ വിള്ളലുകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഉൾവശം കുറച്ചും കൂടെ പൊടിമണ്ണ് ഇട്ടിട്ട് മിനുസപ്പെടുത്തിയെടുക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുക. ഒരു പ്രാവശ്യം തീ ഇടുക. അതിന് ശേഷം വിള്ളൽ വരുമ്പോൾ വീണ്ടും ആ വിള്ളൽ വന്ന ഭാഗങ്ങളൊക്കെ ഒന്നും കൂടെ മണ്ണ് വെച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ അത് കണ്ടില്ലേ, ഇതിപ്പോൾ ഫസ്റ്റിൽ ഉണ്ടാക്കിയ പാടെ ഉള്ള ഒരു വ്യൂ ഇങ്ങനെയാണ്. ഇതിന് ശേഷം നമ്മളിതിൽ ചിരട്ട ഇട്ടിട്ട് കത്തിച്ചിട്ടുള്ള കാണിച്ചു തരാം. കത്തിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല വിള്ളലുകളുണ്ടാവും. ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കുന്ന കരിയില്ലേ, അത് കിട്ടുകയാണെങ്കിൽ ഈ ചിരട്ടക്കനലിനെക്കാട്ടിലും അതാണ് കേട്ടോ നല്ലത്. കാരണം അടിവശത്ത് നമുക്ക് ഇങ്ങനെ കത്തിച്ച് കനലാക്കിയതിന് ശേഷം നമുക്ക് കനലിൻ്റെ മുകളിൽ എന്താണോ പാകം ചെയ്യാനുള്ളത് അത് വെച്ചിട്ട് പാകം ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ നമ്മളിങ്ങനെ കത്തിക്കുന്ന സമയത്ത് ഇതിന് വിള്ളൽ വരും. വിള്ളൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊടിമണ്ണ് ഉപയോഗിച്ച് വീണ്ടും ചളിയാക്കി എടുത്തിട്ട് അതിനെ ഉള്ളിൽ
നല്ലപോലെ ഒന്ന് പൂശി വീണ്ടും ഒന്ന് ഇതാക്കിയെടുക്കണം. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പിന്നെ അങ്ങനെ വിള്ളൽ വരില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു ചിക്കനാണ് ഇന്ന് ഇതിൽ ചെയ്തെടുക്കുന്നത്. അടിവശത്ത് നമ്മൾ ചിരട്ടക്കനൽ വെച്ചിട്ട് കംപ്ലീറ്റ് ഇതാക്കിയിട്ടുണ്ട്, കനൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഈ ഒരു ചിക്കൻ ഇതുപോലെ കമ്പിയിൽ കോർത്തിട്ട് ഇതിൻ്റെ മുകളിൽ തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തൂക്കിയിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ അടയ്ക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഉരുളി വെച്ചിട്ടാണ് കേട്ടോ അടയ്ക്കുന്നത്. നമുക്കൊരു തകര ഷീറ്റൊക്കെ വെച്ചിട്ട് അടച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ വലിയ ഒരു തകര ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വലിയൊരു കല്ല് വെച്ചാൽ മതി വെയിറ്റിന്. അതായത് ഈ ചൂട് പുറത്തേക്ക് ഒഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇതിൻ്റെ മുകളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലെയാണ് ചെയ്തത് കേട്ടോ. ഉരുളി വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ മണ്ണ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ഉരുളി എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഈ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ. 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ മണ്ണൊക്കെ ഒന്ന് സൈഡിൽ നിന്ന് പൊളിച്ച് മാറ്റുക. അതിനുശേഷം ഉരുളി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നിങ്ങളുടെ നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ബായ്, അസ്സലാമു അലൈക്കും.